ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, എങ്ങനെ ഒരു വെബ്സൈറ്റ്, എന്താണ് വെബ്സൈറ്റ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് വരും. അതിനാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കാണുന്ന ഓരോ പേജും ശരിക്കും അത് ബ്ലോഗാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ബ്ലോഗൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു സംഭവത്തെ നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് നോക്കാം. പല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ എമൗണ്ട് ഒന്നല്ല ഈ ഒരു ബ്ലോഗിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ $1,000 $2,000, അതായത് 70,000 രൂപയോ അല്ലെങ്കിൽ 1,40,000 രൂപയോ ഒന്നല്ല വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നത്. $100K വരെ ഏൺ ചെയ്യുന്നവരുണ്ട്. അതായത് $150 വരെ, $1,50,000 വരെ ഏൺ ചെയ്യുന്നതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശരിക്കും അവർ ഏൺ ചെയ്യുന്നത് നമുക്കറിയണം. എന്നാൽ മാത്രമേ നമുക്കും അതുപോലത്തെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഇൻസ്പയർ ആവുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ വെബ്സൈറ്റ് എന്താണെന്ന് അതുപോലെ തന്നെ എങ്ങനെ ഏൺ ചെയ്യുന്നത് ഞാൻ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ആ റിസൾട്ടിന് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയും, അല്ല ബ്ലോഗ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിളിച്ചിട്ട് റിവ്യൂ വേണമെന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, 10,000 രൂപയ്ക്ക് താഴെയുള്ള മൊബൈൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 10,000 എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ റിസൾട്ട് വരും. ആ ഒരു റിസൾട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം, അതായത് 5% മുതൽ ഒരു 10% ആ ഒരു ബ്രാൻഡിനനുസരിച്ചായിരിക്കും പെർസെൻറ്റേജ് ഉണ്ടായിരിക്കുക. ആ ഒരു കമ്മീഷൻ നിങ്ങൾക്ക്, അതായത് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തവർക്ക് കിട്ടും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ് ഈ ഒരു ബ്ലോഗിൽ നിന്ന് ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ടാമത്തെ വലിയൊരു സോഴ്സസ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ആദ്യത്തെ മെത്തേഡ്. അടുത്തെന്ന് പറയുന്നത്, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ആഡാണ്. നിങ്ങൾ കാണുന്ന, അതായത് യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ബ്ലോഗിൽ ഡിസ്പ്ലേ ആഡ് കൊണ്ടുവരാൻ പറ്റും. അതായത് വീഡിയോ ആഡല്ല, ഡിസ്പ്ലേ ആഡ് കൊണ്ടുവരാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സൻസ് ഉപയോഗിക്കാം. ഗൂഗിൾ ആഡ്സൻസിൻ്റെ പ്രത്യേകത പറയാനുള്ളത്, ഒരു കണ്ടീഷനില്ല. നിങ്ങളിപ്പോൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് 4,000 അവേഴ്സും അതുപോലെ തന്നെ 1,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ബ്ലോഗിൽ അതില്ല. നമ്മളുടെ ഗൂഗിളിൻ്റെ ചില കണ്ടീഷനൊക്കെ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ നിന്ന് അപ്രൂവൽ ലഭിക്കുന്നതാണ്. വേറെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഗൂഗിൾ തന്നെ ആവണം പറഞ്ഞിട്ടില്ല. അതായത് ഇസോക്സ് ഉണ്ട്, മീഡിയ വൈൻ ഉണ്ട്. നിങ്ങളൊരു ഫിനാൻഷ്യൽ വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ല ആഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് മീഡിയ വൈൻ തന്നെയാണ്. കാരണം ഏകദേശം 45ഓളം RPM വരെ കൊടുക്കാറുണ്ട്. ഈ ഒരു RPM എന്ന് പറയുന്നത് ഓരോ 1000 ഇംപ്രഷനും എത്രയാണ് എമൗണ്ട് ഈ ഒരു ആഡ് നെറ്റ്വർക്ക് പേ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് RPM പറയുന്നത്. ഇപ്പോൾ ഗൂഗിളൊക്കെ ആണെങ്കിൽ $10 വരെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു $42 മീഡിയ വഴിയിൽ നിന്ന് ലഭിക്കുന്ന വെബ്സൈറ്റ് എനിക്കറിയാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് കോഴ്സ് സെയിൽ ചെയ്യലാണ്. അതാണ് ഏറ്റവും വലിയ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ബ്ലോഗേഴ്സിൻ്റെത്. കാരണം കോഴ്സ് നമ്മൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്താൽ മതി, അതൊക്കെ നമ്മൾ സെല് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ആ ഒരു വെബ്സൈറ്റ് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെ നിങ്ങൾക്കും ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ റാങ്ക് ചെയ്യാൻ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സെല് ചെയ്യാനും പറ്റും. ഇതാണ് മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്. കോഴ്സിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യുന്നവരുണ്ട്, ബില്യൺ കണക്കിന് $, ഏൺ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് 3 രീതി എന്ന് പറയുന്നത്.